അപ്പൊ നമ്മളിപ്പോ ഉള്ളത് ബാലിയിലാണ്. ഓൾമോസ്റ്റ് ഒരു ബാലി ലുക്കാണ്. കൂട്ടുകാർ സൈക്കിളിൽ പോയോ? നമ്മൾ യാരൂരി സൈക്കിളിൽ കയറ്റിട്ടുണ്ട്. ബൈ വേണ്ട നമുക്ക്. ഹലോ ഫ്രണ്ട്സ്, അപ്പം എല്ലാവർക്കും വെൽക്കം ടു യെറ്റ് അനദർ വീഡിയോ. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ബാലിയിലാണ് കേട്ടോ. എവിടുത്തെ ബാലിയാണ്? നമ്മള് കേരളത്തിലെ ബാലിയോ അല്ല, പാലക്കാട്ടിന്റെ സ്വന്തം ബാലിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതായത് മായ ബൈ ട്രൈപ്പൻഡ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാലി തീംഡ് ആയിട്ടുള്ള റിസോർട്ടിലാണ് കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത്. നമ്മളൊരു യാനുവിന്റെ ഫസ്റ്റ് ഒരു സ്റ്റേക്കേഷൻ തന്നെ പറയാം. യാനുവിനെയും കൊണ്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു റിസോർട്ടിൽ ഫസ്റ്റ് ടൈം ആണ് വന്ന് ഒരു സ്റ്റേ ചെയ്യുന്നത്. അവനാണെങ്കിൽ അതിന്റെ എല്ലാ എക്സൈറ്റ്മെന്റും ആണ്. വന്നപ്പോ മുതല് റൂം എക്സ്പ്ലോറിംഗ് ആണ്. അതെ, നല്ലൊരു സ്പീഷ്യസ് ആയിട്ടുള്ള ഒരു പൂൾ വില്ലയാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് അട്ടപ്പാടിയിലാണ് നമ്മുടെ ഈ ഒരു റിസോർട്ട് വരുന്നത്. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ മാരേജ് ആണ് നാളെ. അപ്പൊ അത് അറ്റൻഡ് ചെയ്യാൻ കൂടെ ഒരു ചെറിയൊരു സ്റ്റേക്കേഷനും കൂടെ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു റിസോർട്ട് ബുക്ക് ചെയ്തത്. നമ്മൾ സഡൻ ആയിട്ട് പ്ലാൻ ചെയ്താണ് ഈ റിസോർട്ട് ബുക്ക് ചെയ്ത് അങ്ങനെ ഇങ്ങോട്ട് വരാന്നുള്ള പ്ലാന്. അവൻ എക്സ്പ്ലോറിങ്ങിന്റെ കൂടെ അവൻ ഫസ്റ്റ് അവന് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം കിട്ടിയത് കണ്ണാടിയാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഹാഫ് കണ്ണാടികളല്ലേ, ഇതിങ്ങനെ ഫുള്ളായിട്ട് കാണുമ്പോൾ അവന് അതെന്തോ ഒരു കൗതുകം. അപ്പോൾ അവിടെ പോയിട്ട് അതിനെ തല്ലുക, AC-യുടെ റിമോട്ട് എടുത്ത് ഇതാക്കുകയൊക്കെയാണ്. അപ്പോൾ നമുക്ക് വരണ സമയത്ത് ഞാൻ ആക്ച്വലി പുറത്ത് ഷോർട്സ് ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചാണ്. പക്ഷെ ഞങ്ങൾ എത്തിയപ്പോൾ കുറച്ച് എന്താ പറയാ, ഈവനിങ് ആയിപ്പോയി. ഇതൊന്നും തുറന്നു തരുമോ? അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 6 മണിയൊക്കെ ആയപ്പോഴാണ് ചെക്ക് ഇൻ ചെയ്തത്. ചെക്ക് ഇൻ ചെയ്ത വഴി തന്നെ നമുക്കൊരു വെൽക്കം ജ്യൂസ് ഒക്കെ കിട്ടിയില്ലേ? അതെ, ഒരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ കിട്ടി. നമുക്ക് 3 പേർക്ക് യാനുവിനും വെൽക്കം ഡ്രിങ്ക് കിട്ടി. അപ്പൊ ഇതാണ് നമ്മുടെ റൂമിന്റെ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന പ്രൈവറ്റ് പൂള്. നമ്മൾ ഒരു പ്രൈവറ്റ് പൂൾ വില്ലയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് നാളെ പകൽ വെളിച്ചത്തിൽ കാണിക്കാം കേട്ടോ. അപ്പൊ നൈറ്റ് ആയി. നമുക്കിന്ന് വേറൊരു ബർത്ത്ഡേ ഫംഗ്ഷനും കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത്. അപ്പൊ ഞാന് നമ്മുടെ റൂമിന്റെ പൂൾ സൈഡിലാണ് കേട്ടോ നിക്കണത്. കാണുന്നില്ല, ജസ്റ്റ് ഒരു ഗ്ലാൻസ് ഇങ്ങനെ റൺ ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ മോർണിംഗ് നമുക്ക് ഇതിൻ്റെയൊക്കെ നല്ല വിഷ്വൽസ് എടുത്ത് നമ്മൾ വ്ളോഗിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഏകദേശം 26 ഏക്കേഴ്സ് വരുന്നതാണ് നമ്മളുടെ ഇവിടെ റിസപ്ഷനിൽ വന്നപ്പോൾ നമ്മളെ ഇങ്ങോട്ട് റൂമിലേക്ക് ഗൈഡ് ചെയ്തൊരു ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ മൊത്തം ചുറ്റി കാണിച്ചു തരാൻ പറ്റുമോന്ന് അറിയില്ല. ഏട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ മാരേജിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൂടെ ഈ ഒരു റിസോർട്ട് എക്സ്പ്ലോർ ചെയ്യാന്നുള്ള രീതിയിലാണ് നമ്മൾ റൂം എടുത്തത്. അപ്പോൾ പറ്റുന്ന പോലെയൊക്കെ നമ്മൾ ഈ ഒരു റിസോർട്ടിന്റെ ഔട്ട്ലുക്ക് നമ്മൾ കാണിച്ചു തരാം. പിന്നെ നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷേ ഈ നൈറ്റ് വ്ളോഗ് എടുക്കുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ ആ ഒരു ബ്യൂട്ടി നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ട് വീഡിയോയിൽ എന്ന് അറിയില്ല. അപ്പം എന്തായാലും മോർണിംഗ് ആവട്ടെ. അപ്പം നമുക്ക് വന്ന വഴി ഒരു വെൽക്കം ഡ്രിങ്ക് തന്നു. ഇപ്പം അത് അവർ നമുക്ക് ഡിന്നറിനുള്ള മെനു എടുത്തിട്ട് പോയിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ഫുഡ് വരും. നമ്മൾ ആ ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഡയറക്റ്റ് പോരുമായിരുന്നു. ആക്ച്വലി പാക്കിങ് പോലും നമ്മൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ലാസ്റ്റ് നിമിഷം എല്ലാം കൂടി വാരിക്കെട്ടി പോകുന്ന പോലെയാണ് ഉണ്ടായത്. അപ്പം ഇനി ഒന്ന് ഫ്രഷ് ആവണം. ഫ്രഷ് ആയിട്ട് ഞങ്ങൾ വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമ്മൾ സ്നാക്സും അതേപോലെ തന്നെ കോഫിയും ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഇപ്പൊ കൊണ്ടുവന്ന് റൂമിലേക്ക് തരാം. നമ്മള് അതെ കാരണം എന്താ വെച്ചാ അതെ, ഇന്നത്തെ കോഫി നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ അതാ നമ്മൾ കാപ്പിയിൽ ഷുഗറൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏട്ടൻ എന്താ നഗറ്റ്സ് കഴിച്ചോണ്ടിരിക്കുകയാണ്. യാനു ബ്രെഡ് കഴിച്ചോണ്ടിരിക്കുകയാണ്. അവന് നല്ല വിശപ്പായി. നമ്മൾ യൂഷ്വലി 4 മണിക്ക് അവനൊരു സ്നാക്സ് പോലെ നമ്മൾ എന്തെങ്കിലും ഫുഡ് കൊടുക്കാറുണ്ട്. അപ്പോൾ അവനും ഇതാ അവൻ്റെ പാൻറ് എടുത്തോണ്ട് പോവാണ് കേട്ടോ.
കോഫി കുടിക്കയില്ലേ? കോഫി കുടിക്കാം. ജസ്റ്റ് ഞാൻ റൂമിൻ്റെ ഒരു ഔട്ട്ലുക്ക് കാണിച്ചു തരാം. ഇതാണ് മെയിൻ ഡോറ്. ഈ ഡോറിൻ്റെ സൈഡിലായിട്ട് നമ്മളുടെ ഒരു എന്താ പറയുക, കിച്ചൺ അല്ല, ഇതെന്താ ഇതിന് പറയുക, ഒരു ചെറിയ പാൻട്രി സ്പേസ്. അതെ, ഒരു മിനി ഫ്രിഡ്ജ് ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ കൊണ്ടുവന്ന് വെച്ചതാട്ടോ, അവന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഫുഡ്, നമ്മുടെ സ്നാക്സ് കവറുകളൊക്കെയാണ്. പിന്നെ അതാ രാവിലത്തെ കോഫിക്കുള്ള കെറ്റിലും സാധനങ്ങളൊക്കെ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. അതേപോലെ വാട്ടർ ബോട്ടിൽസ് ഉണ്ട്. പിന്നെ ഇതാണ് എന്താ പറയുക, ഹോൾ സ്പേസ്. അതെ, ടിവി ഉണ്ട്, ഒരു സോഫ ഉണ്ട്, അതെ, രണ്ട് ചെറിയ ഇതിനെന്തൊരു പേര് പറയും, എനിക്ക് അറിയില്ല കറക്റ്റ് ആയിട്ട് അതിന്റെ പേര്. നമ്മള് ടീപ്പോയിന്ന് പറ. ടീപ്പോയ് അല്ല, ഇത് കാല് വെക്കുന്ന സാധനം, അങ്ങനെ എന്തോ ആണ് ഇതിന് പറയുന്നത്. പിന്നെ ഇതാണ് ബെഡ്റൂം സ്പേസ്. ഇവിടെ അതാ യാനുവിൻ്റെ ഫേവറേറ്റ് മിറർ. പിന്നെ ഇവിടുന്ന് തന്നെ നമുക്കിതാ, ഇത് ബാത്റൂമാണ് കേട്ടോ, നമുക്കിവിടെ കേർട്ടൻസ് ഇടാൻ പറ്റും. അപ്പോൾ ഇതെന്തായാലും ഇതൊരു ബാത്ത് ടബ് ഉണ്ട്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബാത്ത് ടബാണ് കേട്ടോ. ഞാൻ മോർണിംഗ് ലൈറ്റിലൊന്നും കൂടി കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഇതാണ് ബാത്റൂം സ്പേസ്. ബാത്റൂമിൻ്റെ ഡോറ് ഇവിടെ വരുന്നുണ്ട്. ലൈറ്റ് ഉണ്ട് അല്ലേ? ഒരു വാഷ് ബേസിനും ഉണ്ട്, ഹീറ്റർ, എല്ലാ റൂമിലും ഇൻഡിവിജ്വൽ ഹീറ്റേഴ്സ് തന്നെ ഉണ്ട്. പിന്നെ ഇത് കബോർഡ് അകത്ത് തന്നെ ഒരു ലോക്കർ, ഡിജിറ്റൽ ലോക്കറും തന്നിട്ടുണ്ട്. അതെ അതെ. ഇനി പതുക്കെ യാനുവിനെ ഒന്ന് പൂൾ എക്സ്പ്ലോർ ചെയ്യിക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. അതിൻ്റെ സാമഗ്രികളൊക്കെ ഇതാ ഏട്ടൻ നിറച്ചോണ്ടിരിക്കുകയാണ്. എന്തൊക്കെ ചെയ്യൂല്ലേ, കാപ്പി കുടിക്കണം, നിറയ്ക്കണം, പൂളിച്ചാടണം, അങ്ങനെ. അതേപോലെ തന്നെ യാനുവിന്റെ ഫസ്റ്റ് പൂൾ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. യാനുവിന്റെ ഫസ്റ്റ് പൂൾ എക്സ്പീരിയൻസ് ആണ് ഇന്ന്. യാനു പൂളിച്ചാടാം എന്താന്നെ അറിയില്ല അല്ലേ മാ? അപ്പൊ അതാ യാനുവിനുള്ള എന്താ പറയാ, സ്വിമ്മിങ് ജാക്കറ്റ് വീർപ്പിച്ചോണ്ടിരിക്കുകയാണ്. സ്വിമ്മിങ് ജാക്കറ്റ് എന്നാണോ അതിന് പറയാ? സ്വിമ്മിങ് ജാക്കറ്റ് അല്ല, ഇതാ മറ്റേ റിങ്, ഫ്ലോട്ട് ചെയ്യുന്ന റിങ്, ഫ്ലോട്ടിംഗ് റിങ്. അതെ. നമ്മൾ ഓരോ സാധനം വാങ്ങിക്കുമ്പോഴും ആവശ്യം വരുമ്പോഴൊക്കെയാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ പേരെന്താണെന്ന്. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ, വട്ടെന്നോ റിങ്ങെന്നൊക്കെ പറയാം. പണ്ട് ടയറിന്റെ ട്യൂബ് അല്ലേ വെച്ചിട്ട് ആൾക്കാർ കുളത്തിലൊക്കെ ചാടുമായിരുന്നു. യാനുവിനാണതേ, അവൻ ഇവിടെ ഉണ്ട് കേട്ടോ. അവൻ ഞങ്ങളുടെ പിന്നാലെ തന്നെ ഇങ്ങനെ, നമ്മൾ മൂന്നാളല്ലേ ഉള്ളൂ, അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവൻ നോക്കി ഇങ്ങനെ നടക്കുന്നുണ്ട്. അങ്ങനെ അതാ യാനുവിൻ്റെ റിങ് സെറ്റായിട്ടുണ്ട്. തലേക്കൂടെ ഇടുണ്ണി. അവൻ പൊതുവെ ഒരു സാധനവും അവൻ്റെ മേല് ഇടാൻ സമ്മതിക്കില്ല, ഒരു തൊപ്പി പോലും ഇടാത്ത ആളാണ്. ഇനി ഇത് ഇടുവോന്ന് തമ്പുരാനറിയാം. ഞാനും അത് ഇട്ടാലേ നമുക്ക് വെള്ളത്തിൽ ചാടാൻ പറ്റൂ. വേറൊരു സാധനം കൂടി ഉണ്ടല്ലോ. ഇതാ നമുക്ക് ഈ പൂൾ സൈഡിന്റെ സൈഡിൽ തന്നെ ഒരു ടീ സ്പേസ് ഉണ്ട് കേട്ടോ. മോർണിംഗ് ചായ കുടിക്കാനായിരിക്കും കുറച്ചും കൂടി എന്താ പറയുക, കാഴ്ചയൊക്കെ കണ്ടിരിക്കാൻ പറ്റുക. ഇതാ ഇവിടെ തന്നെ ആയിട്ട് ഒരു ഹാങ്ങിങ് സ്വിങ്ങും കൂടി കൊടുത്തിട്ടുണ്ട്. അതും നല്ല ഭംഗിയുണ്ട് കാണാൻ, നമ്മളുടെ ബാൽക്കണിയിലൊക്കെ വെക്കുന്ന പോലത്തെ. അപ്പം എന്തായാലും ഞാൻ പതുക്കെ, എനിക്ക് കുറച്ച് തണുത്ത വെള്ളമാണെങ്കിലും കുഴപ്പമില്ല, അപ്പം ഞാനൊന്ന് ഇറങ്ങി നോക്കട്ടെ. അപ്പോൾ അതാ നമുക്കുള്ള ഡിന്നർ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു വെജ് നൂഡിൽസും ഫ്രൈഡ് റൈസും ഒക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. യാനുവിനുള്ള ഫുഡ് ഞാനിതാ ഉണ്ടാക്കിയിട്ട് അവന് കൊടുത്തു. ഇനി അവനെ ഉറക്കിയിട്ട് വേണം ഞങ്ങൾക്ക് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല വിശപ്പുണ്ട്, അവനെ ഉറക്കിയിട്ട് വന്നിട്ട് ഡിന്നർ കഴിക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡേ ഈ റിസോർട്ടത്തെ ആൾമോസ്റ്റ് എൻഡ് ചെയ്യാൻ പോവുകയാണ്. രാത്രി 9 മണിയായി. യാനുവിനെയൊക്കെ ഉറക്കി നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട്
ഇരുന്നിരിക്കുകയാണ്. ഐഷു ക്യാമറ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുകയായതുകൊണ്ട് നല്ല വിശക്കുന്നുണ്ട് എനിക്ക്. നല്ല വിശക്കുന്നുണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും. അപ്പൊ ഈ ഒരു പാർട്ട് നമുക്ക് ഇവിടെ എൻഡ് ഇന്നത്തെ ചെയ്യാം. ദിവസം നമുക്ക് ഇവിടെ എൻഡ് ചെയ്യാം. ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ നമുക്ക് ഇതേ നാളെ വീഡിയോന്റെ മോർണിംഗ്. കണ്ടിന്യൂഷൻ തന്നെ പോകും. ഈ വീഡിയോ ഇവിടെ എൻഡ് ആവുന്നില്ല, ഡേ മാത്രമേ എൻഡ് ആവുള്ളൂ. അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം. അപ്പൊ ഇപ്പൊ ഗുഡ് നൈറ്റ്. നാളെ നമുക്ക് ഗുഡ് മോർണിംഗില് കണ്ടിന്യൂ സ്റ്റാർട്ട് ചെയ്യാം. ചെയ്യാം. ബൈ ബൈ. ബൈ ബൈ വേണ്ട നമുക്ക്. ഓക്കെ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. യെസ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇതാ നമ്മൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. ഇതാ യാനുവിന്റെ പപ്പയും കൂടി കോഫി കുടിച്ചോണ്ടിരിക്കുകയാണ്. യാനു ഗുഡ് മോർണിംഗ് പറയൂ. ഹായ് പറയൂ. ഹായ്. അപ്പൊ അവൻ കുറച്ചു നേരമായി എഴുന്നേറ്റിട്ടൊക്കെ. അവന് പക്ഷെ വെള്ളം കാണുമ്പോൾ വെള്ളത്തിൽ കളിക്കാനുള്ളൊരു മൂഡിലാണ്. പക്ഷെ നമ്മളെന്താ വെച്ചാ തണുപ്പ് വിടാത്തോണ്ട് അവനെ ഇറക്കി വിടുന്നില്ല. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ പൂൾ വില്ലയുടെ പൂൾ സൈഡ് വ്യൂ. അവനൊന്ന് കാലതിലേക്ക് ഇറക്കി വിട്. കാലിറക്കി വിടുന്നല്ല, കാലൊന്ന് മുട്ടിച്ചു കൊടുക്ക്. അപ്പൊ അവര് രണ്ടാളും കൂടി ഇത് അകത്തോട്ട് പോയിട്ടോ. അവനെവിടെ നിർത്തിക്കഴിഞ്ഞാ അവൻ ബഹളാക്കാണ്. അപ്പൊ എല്ലാവരും കാണുന്നുണ്ട് പ്രോപ്പറായിട്ടെന്ന് വിചാരിക്കണം കേട്ടോ. ഇതാണ് ഇതിന്റെ ഒരു വ്യൂ സൈഡ് എന്ന് പറയണത്. അപ്പുറത്ത് റിവറാണ്. പിന്നെ ഈ കാണുന്നതാണ് നമ്മൾ എടുത്തിട്ടുള്ള നമ്മുടെ റൂം. ആൻഡ് ദിസ് ഇസ് ദ ടീ സ്പേസ്. ഇത് നമ്മുടെ പൂള്. ശരിക്കും ഒരു ബാലി സ്റ്റൈലിൽ തന്നെയാണ്. ഇത് കാണുന്നത് നെക്സ്റ്റ് പൂൾ വില്ലയാണ് കേട്ടോ. അഡ്ജസൻ്റ് ആയിട്ട് 4 പൂൾ വില്ലയാണ് ഇവിടെ വരുന്നത്. ആൻഡ് ഇത് മതിലാണ്. ക്രീപ്പേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് ഒരു ബാലി ലുക്കാണ്. നമ്മൾ ബാലി പോയിട്ടില്ല, പക്ഷെ നമ്മൾ ബാലിയിലെ റിസോർട്ടുകളുടെയൊക്കെ ഒരു സ്റ്റൈലില്ല, ഒരു ഹട്ട് സ്റ്റൈല് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ, ഇതിൻ്റെയൊക്കെ ഇൻറ്റീരിയേഴ്സ് വുഡ് കൊണ്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നല്ല സ്ട്രോങ് ആയിട്ടാണ് ഇവർ ഇതിനെ ബിൽഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതൊക്കെ കരിങ്കല്ലുകൊണ്ടുള്ള പണികളാണ് ഇതിൻ്റെ, എന്താ പറയുക, വാൾസൊക്കെ. അപ്പൊ നമുക്കിനി പുറത്ത് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് നോക്കാം. ഞാൻ കോഫി കുടിച്ചിട്ട് നമുക്ക് ചെറുതായിട്ടൊരു വാക്കിങ്ങിന് പോവാം. 7 o'clock ഒക്കെ ആവുമ്പോൾ എന്തോ ഒരു അവരുടെ തന്നെ ആള് നമ്മളെ ഗൈഡ് ചെയ്തിട്ട് നമുക്ക് വാക്കിംഗ് സൗകര്യമൊക്കെ അവർ ഒരുക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ റെഡി ആയിട്ട് അതിനൊന്നും പോകുന്നില്ല, കാരണം ഞാനും കൂടി ഉള്ളതല്ല. അതൊരു ഫോറസ്റ്റ് സൈഡ് വാക്കൊക്കെ ആണെന്ന് തോന്നുന്നു. അപ്പൊ ഞങ്ങൾക്ക് പറ്റണ പോലെ ഇതിന്റെ പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പൊ ഞാൻ പോയിട്ട് കോഫി കുടിക്കട്ടെ കേട്ടോ. അപ്പൊ എന്റെ കാപ്പി കുടിയൊക്കെ കഴിഞ്ഞു. അവനും കൂടെ ഐഷുവിന്റെ കാപ്പി എടുത്തിട്ട് പൂൾ സൈഡിൽ പോയിരിക്കുകയാണ്. അപ്പൊ നമുക്കിന്നാ കാപ്പി കുടിച്ചിട്ടേ പുറത്തേക്കൊന്ന് ഒരു വാക്കിന് പോയാലോ? ഞാനും പോവാ. എന്ത് അപ്പൊ നമുക്കിന്നൊന്ന് പോയിട്ട് വരാം കേട്ടോ. ജസ്റ്റ് ഒരു പുറത്തു കൂടെ ഒരു വാക്ക്. ഇരുന്നോ? ആ ഉണ്ണി ഞാനിബി. അപ്പൊ അതാ നമ്മള് മോർണിംഗ് വാക്കിന് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നല്ലൊരു കൂളായിട്ടുള്ളൊരു, എന്താ പറയാ, ക്ലൈമറ്റ് ആണ്. നമുക്കിങ്ങനെ നടന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റണ ഒരു ക്ലൈമറ്റ് ആണ് കേട്ടോ. ഇതാണ് നമ്മൾ എൻട്രൻസിൽ നിന്ന് വരുന്ന വഴി. ഇപ്പൊ നമ്മൾ ജസ്റ്റ് വാക്കിങ്ങിന് പോയതാണ്. ആ ഒരു റൂട്ടാണിത്. ആൻഡ് ഈ വഴി ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നത് ഇതിൻ്റെ റിസപ്ഷനിലേക്കാണ് കേട്ടോ. റിസപ്ഷൻ ഏരിയയിൽ എത്തിയിട്ട് കാണിച്ചു തരാം. അവിടെയാണ് ശരിക്കും നമുക്ക് ആ ഒരു, എന്താ പറയുക, ബാലി ടൈപ്പ് അറേഞ്ച്മെൻ്റ് ഒക്കെ അവർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ മുകളിൽ റൂഫിംഗ് ഒക്കെ കാണുന്നില്ലേ, ഒരു ഹട്ട് സ്റ്റൈൽ. നമ്മുടെ റൂമിൻ്റെ പോലെ തന്നെ കുറച്ച് ഹൈറ്റ്
കൂട്ടിയിട്ടുള്ളതാണ്. ഞാൻ അവിടെ കയറിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. മൊത്തം കണ്ടോ, നല്ലൊരു ആംബിയൻസ് ആണ്. ഇങ്ങനെ കൂടുതലും ട്രോപ്പിക്കൽ പ്ലാന്റ്സ് വെച്ചിട്ടുള്ളൊരു അറേഞ്ച്മെൻ്റ് ആണ്, ബാംബൂസ് അങ്ങനെയൊക്കെ ആയിട്ട്. അതുകൊണ്ട് ഭയങ്കര ഒരു കൂളിംഗ് എഫക്റ്റ് ആണ്. ആൻഡ് നമ്മുടെ നാട്ടിലുള്ള പോലത്തെ ഒരു ടെമ്പറേച്ചർ തന്നെയാണ് കേട്ടോ ഇവിടെയുള്ളൂ. ഇപ്പം ഈ സമയത്ത് ഭയങ്കര ഒരു തണുപ്പൊന്നും ഇപ്പം ഞങ്ങൾക്ക് വന്നിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ഇവിടെ പല ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. ആൻഡ് ദിസ് ഇസ് ദ എൻട്രൻസ് സ്പേസ്. ഇതാണ് എൻട്രൻസ്, കണ്ടോ, ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. റിസപ്ഷൻ, ഡൈനിങ്, ലോബി, റെസ്റ്റോറൻറ്റ്. അതിൻ്റെ ഒരു വാട്ടർഫാൾസ് ഉണ്ട്. ആക്ച്വലി ഇവർ തന്നെ രാവിലെ നമുക്കൊരു റിവർ വാക്കിംഗ് ഒക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് ഫങ്ഷൻ ഉണ്ട്, റെഡി ആവണം എന്നൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ പോവാതിരുന്നത്. അപ്പോൾ നമുക്ക് ഈ റിസോർട്ടിൻ്റെ ഉള്ളിലെ സ്പേസ് ഒക്കെയാണ് നമുക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ. ആൻഡ് ഇതാ, ഇതെന്താണ് കേട്ടു? ഇതിൽ നമ്മളെ കൊണ്ടുപോകും തോന്നുന്നത്. പക്ഷെ 10:30 ആവുന്നല്ലേ പറഞ്ഞ്? ഓപ്പറേറ്റർ ഉണ്ട്. അപ്പോൾ അവർ 10:30-ക്കാണ് ഇതിൻ്റെ ടൈം പറഞ്ഞത്. നമുക്ക് എന്തായാലും ഇന്നത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് നമുക്ക് അപ്പോഴേക്കും പോകണം. ഇതാണ് ഇതിൻ്റെ റിസപ്ഷൻ ഏരിയ വരുന്നത് കേട്ടോ. ഇവിടെ വ്യൂ പോയിന്റ്സ് പോലെയൊക്കെ ഉണ്ട്. ഫോട്ടോ എടുക്കാം വന്നിട്ട്, ഡ്രസ്സ് മാറ്റി വന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം. ഇവിടുന്ന് നമുക്ക് മലയൊക്കെ കാണാൻ പറ്റും കേട്ടോ. ആക്ച്വലി നല്ലൊരു വ്യൂ ആണ്. ഇത് നമ്മൾ ഇന്നലെ വന്ന എൻട്രൻസ് സ്പേസ്, നമ്മൾ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ച സ്ഥലം. ഇന്നലെ നൈറ്റ് എത്രത്തോളം കണ്ടു എന്നറിയില്ല. ഇത് മോർണിംഗ് വ്യൂ ആണ് കേട്ടോ. ആൻഡ് ഇവിടെ നമുക്ക് ഇതാ ഷെഡ്യൂൾ എഴുതിയിട്ടൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രാവിലെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ട് എന്നൊക്കെ നോക്കാം. അത്യാവശ്യം ആക്ടിവിറ്റികളും കാണാനൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങളൊരു ഫുൾ ഡേ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും എക്സ്പ്ലോർ ചെയ്യാം, ഇവിടെ തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നൊരു സ്പേസ് ആണ്. ഈ വഴി നമുക്ക് കുറച്ചും കൂടി ക്ലോസ് ആയിട്ട് എന്താ പറയുക, റിവർ സൈഡിലേക്ക് പോവാന്ന് തോന്നുന്നു. കണ്ട, അവിടെ ഫുഡ് സ്റ്റെപ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി ക്ലോസ് വ്യൂ ഒക്കെ നമുക്ക് കിട്ടും. ഇതിൻ്റെ ഉള്ളിൽ തന്നെ വാട്ടർഫോളും ഉണ്ട്. ഞാൻ നേരത്തെ നമ്മൾ കണ്ട കേവ് ഇല്ലേ, ആ കേവ് റൂംസിന്റെ അടുത്തായിട്ടാണ് അല്ലേ? ആർട്ടിഫിഷ്യൽ വാട്ടർഫോൾ ആണോ? ഓക്കെ. ഇനി നമുക്ക് എൻട്രൻസിൽ നിന്ന് ഇതാ താഴോട്ട് സ്ലോപ്പാണ്. നമ്മുടെ റൂംസിലേക്ക് പോകാനുള്ള വേ ആണ് കേട്ടോ ഇത്. നമുക്ക് വേണമെങ്കിൽ സ്റ്റെപ്സും യൂസ് ചെയ്യാം. സ്റ്റെപ്സും ഉണ്ട്. അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, ഞാൻ ജസ്റ്റ് അതും കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ എനിക്ക് തോന്നുന്നു പാർട്ടി പോലെ നടത്താനുള്ളൊരു സ്പേസ് ഉണ്ട്. അതേപോലെ എനിക്ക് നൈറ്റ് ഡൈനിങ് ഉണ്ട് തോന്നുന്നു ഇപ്പോൾ. പക്ഷെ മഴയും കാര്യമൊക്കെ ആവുകൊണ്ട് നനഞ്ഞ് കിടക്കുകയാണ്. ഇവിടുന്ന് ഇതാ നമുക്ക് പുഴയുടെ സൗണ്ട് കേൾക്കാം, പുഴ ഒഴുകുന്നത് കാണാം. ആൻഡ് ഇവിടുന്ന് വന്നു കഴിഞ്ഞാൽ ഇതൊരു കോമൺ പൂൾ ഏരിയ ആണെന്ന് തോന്നുന്നു കേട്ടോ. പ്രൈവറ്റ് പൂൾ അല്ലാതെ കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പൂള്. പിന്നെ ഇവിടെ സൈക്ലിംഗ് ഒക്കെ അവൈലബിൾ ആണ്. നമുക്ക് സൈക്ലിംഗ് ഇഷ്ടമുണ്ടെങ്കിൽ രാവിലെ നമുക്ക് സൈക്കിൾ എടുത്തിട്ട് ഇവിടെ ഫുൾ എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. ആക്ച്വലി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ തോന്നും. അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആണ്. അതേപോലെ തന്നെ അവർ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളതും ഭയങ്കര ബ്യൂട്ടിഫുള്ളി ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളതാണെങ്കിലും ഒരു നാച്ചുറൽ ലുക്കോട് കൂടി ആവുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര റിഫ്രഷിങ് ആണ്. ആൻഡ് ഞാനും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അവൻ്റെ ആ ഒരു ആക്ടിവിറ്റീസ് എന്നൊക്കെ നമുക്ക് ശരിക്കും അറിയാം. അവൻ നല്ല ഹാപ്പിയാണ്. അവന് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ ഒരു പൂൾ സൈഡും പൂളിൽ വെള്ളത്തിൽ കളിക്കാനൊക്കെയാണ്.
അപ്പം എന്തായാലും നമുക്ക് റൂമിലോട്ട് പോവാം. ഇനി അധികം ഇവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിന്ന് മൊത്തം ഡിലേ ആവും. ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് ആൻഡ് ഡൈനിങ് സ്പേസ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് 8:30-ക്കാണ്. അപ്പോൾ നമുക്ക് 8:30-ക്ക് വന്നിട്ട് ഫുഡ് കഴിക്കാം. അപ്പോൾ ഞാൻ ക്ലിപ്സ് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും റൂമിലോട്ട് പോവാം. സ്റ്റെപ്സ് വഴിയാണ് ഇറങ്ങുന്നത്. ഇവിടെയാണ് നമ്മുടെ റൂമുള്ളത്. നമ്മളിതാ നമ്മുടെ കാറ് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ സൈക്കിൾസ് അവൈലബിൾ ആണ്. നമുക്ക് സൈക്കിളുകളും കൊണ്ട് നമുക്ക് ഈ പ്രോപ്പർട്ടി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അപ്പം ഐഷ ഒരു സൈക്കിളൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട്. ഞാനു കയ്യിലുള്ളത് കാരണം ഞാൻ സൈക്കിൾ എടുത്തില്ല. സൈക്കിളും കൊണ്ട് പോയ ആളെ തിരിച്ച് കണ്ടു കിട്ടിയിട്ടുണ്ട് കേട്ടോ. എങ്ങടൊക്കെയോ ഇറങ്ങാൻ പോയി തിരിച്ചു വന്നു. ഞാനും സൈക്കിളൊക്കെ ഓടിച്ചിട്ട് കാലങ്ങളായിട്ടുണ്ടാവും. പക്ഷെ അവനെ ഇരുത്തി ഓടിക്കാൻ എനിക്ക് വയ്യ. ഇരുത്താനുള്ള ഇതില്ല, അതില് ഓപ്ഷൻ ഇല്ല. എനിക്ക് അങ്ങനത്തെ ബ്ലൂ സൈക്കിൾ ഉണ്ടായിരുന്നു, ബ്ലൂ കളർ സെയിം. അടുത്ത ആളിതാ സൈക്കിൾ ഓടിക്കാനുള്ള താല്പര്യപ്രകാരം സൈക്കിൾ എടുത്ത് പോവാണ്. ഉണ്ണി കൂട്ടാതെ സൈക്കിളിൽ പോയോ പപ്പ? പോവാ പോവാ, പപ്പ ഇപ്പൊ വരും ട്ടോ. നമുക്കൊരു ഉമ്മ തരും, ഉമ്മ. ഉമ്മ സബ്സ്ക്രൈബേഴ്സിനാണ് ഉമ്മ. നമ്മള് യാരുവിനെ സൈക്കിളിൽ കയറ്റിട്ടുണ്ട് കേട്ടോ. അവൻ വല്ലാതെ സൈക്കിളിൽ കയറണമെന്ന് വാശി പിടിച്ചപ്പോ അവനെ കൊട്ടയിൽ ഇരുത്തിയതാണ്. ഒന്ന് പതുക്കെ ചവിട്ടോ. അപ്പൊ നമുക്ക് സൈക്കിൾ കൊടുക്കാല്ലേ? സൈക്കിൾ തിരിച്ചു കൊടുക്കാം. അപ്പൊ അതാ നമ്മുടെ കാറ്. നമുക്ക് അതിന്ന് ക്യാമറയും ചാർജറൊക്കെ എടുക്കണം. ആൻഡ് ഇതിൻ്റെ സൈഡിൽ തന്നെ നമ്മളുടെ വീടുകളുടെ മുകളിലായിട്ട് പൂൾ സൈഡ് വില്ല അല്ലാത്ത റൂമുകൾ 2 ഫ്ലോറായിട്ടാണ്, ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള വേ ആണിത്. ഇനി നമുക്ക് നമ്മുടെ റൂമിലോട്ട് പോവാം കേട്ടോ. ഇന്നലെ ആ വഴിയൊന്നും നമുക്ക് കാണിക്കാൻ പറ്റിയില്ല. അവിടെ നിൽക്കുന്നുണ്ടോ? എന്നെ വെയിറ്റ് ചെയ്തിട്ട് ഇതാ 2 ആൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ റൂമിലോട്ടുള്ള വഴി. നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു റൂമിലോട്ട് ഇറങ്ങുന്ന ഒരു വഴി എന്ന് പറയുന്നത്. ഇതാ നമ്മളിങ്ങനെ നമ്മുടെ പൂൾ സൈഡ് വില്ലകളിലേക്ക് പോവാണ്. ഈ താഴെയുള്ളതൊക്കെ സിംഗിളായിട്ടുള്ള പൂൾ വില്ലകളാണ്. 4 എണ്ണമാണ് ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അതിങ്ങനെ ചുറ്റി ചുറ്റി നമുക്കിങ്ങനെ എന്താ പറയുക, ചെറിയ ഇടുങ്ങ് വഴി. നമ്മുടെ റൂമിലോട്ട് നമുക്കിതാ ചെറിയ ഇടുക്ക് വഴിയിലൂടെ പോകണം. 2 സൈഡിലും ഇങ്ങനെ ഇതാ, ഒരു സൈഡിൽ മതിൽ, ഒരു സൈഡിൽ ഇങ്ങനെ നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മളങ്ങനെ നമ്മുടെ റൂമിലെത്തി. അപ്പോൾ ഇതാ നമ്മുടെ റൂം 333 ആണ് നമ്മുടെ റൂം നമ്പർ. 111, 222, 333, 444 അങ്ങനെയാണ് ഈ 4 പൂൾ വില്ലയുടെ നമ്പറുകൾ കൊടുത്തിട്ടുള്ളത്. നമ്മൾ വീണ്ടും നമ്മുടെ റൂമിലെത്തി ഗായ്സ്. അപ്പൊ നമ്മളിതാ വാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് റൂമിലെത്തി. തിരിച്ച് നമ്മളുടെ ഫേവറേറ്റ് സ്പോട്ട് പൂൾ സൈഡിൽ നിന്ന് നമ്മള് എത്തിയിട്ടുണ്ട്. ഞാനൊരു ഇവിടെ എത്തിക്കഴിഞ്ഞാ അപ്പൊ വെള്ളത്തില് ഇറങ്ങണം എന്നല്ല, അവന് ഞാൻ കാലിട്ട് കളിക്കണം. അതിന്റെ കൂടെ അവന് ഇങ്ങനെ എൻജോയ് ചെയ്തിരിക്കും. അതെ, ഇപ്പൊ ഏകദേശം 8:30 ആയിട്ടുണ്ട്. നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. 8:30-ക്കാണ് അവര് ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാനും ഇനി അധികം വിശപ്പാക്കണ്ടെന്ന് വിചാരിച്ചല്ലേ. അപ്പൊ അതാ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് വന്നതാണ്.
അപ്പൊ അതാ യാനുവിന് ഞാനൊരു പ്ലേറ്റിൽ ആദ്യം തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പൊ നമ്മള് കുറച്ചായിട്ട് എടുത്ത് കൊടന്നിരിക്കുകയാണ് കേട്ടോ. ഇഡ്ലിയും ദോശയാണ് ഞാൻ ആദ്യം എടുത്തത്. ഇനി ചന, ബട്ടൂര, പിന്നെ അതാ കട്ട് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്, കോഫി, ടീ, ജ്യൂസ്, കോൺഫ്ലേക്സ്, ചോക്കോസ് ഒക്കെ ഉണ്ട്. ഇത് നമുക്ക് ഡൈനിങ് സ്പേസിന്റെ ഉള്ള വ്യൂ ആണ്. അപ്പൊ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യട്ടെ, എന്നാലാണ് നമുക്ക് എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. നെക്സ്റ്റ് ഇതാ ബട്ടൂരിയും ചനയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ അതാ യാനുവിന് കുറച്ച് ചോക്കോസ് എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അവൻ അപ്പുറത്തെ ടേബിളിൽ ഒരു കുട്ടിയുണ്ട്, അപ്പൊ ഫുഡൊക്കെ നന്നായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റി ആയിരുന്നു. ഞാൻ ഇഡ്ഡലി അതേപോലെ തന്നെ ഊത്തപ്പം എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ചോള ഭട്ടൂരി എടുത്തിട്ടുണ്ട്. ഈ ഓംലെറ്റ് പറഞ്ഞിട്ടുണ്ട്. എല്ലാം നന്നായിരുന്നു. ഞാനും അവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐഷു യാനുവിനെ ഓംലെറ്റ് വന്നു കേട്ടോ. കോൺഫ്ലേക്സ് ഉണ്ട്, മഫിൻസ് ഉണ്ട്, കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്, പിന്നെ ബ്രെഡ്, ജാമ്, കോഫി, ടീ. ആക്ച്വലി നമുക്ക് അറ്റ് എ ടൈം കഴിച്ചു തീർക്കാൻ പറ്റാത്ത അത്രയും മെനു ഉണ്ട് അല്ലേ ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ കോഫി എടുത്തിട്ടില്ല. ഞാൻ ഇവിടെ യാനു ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചാടരുത് ഇത് കഴിക്കും. അതേപോലെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫുഡ് തന്നെയാണ് അല്ലേ. അല്ലാതെ നമുക്ക് സാധാരണ ഒരു നോർമൽ പാക്കേജിൽ ഇൻക്ലൂഡ് ആയ പോലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടല്ല തോന്നിയത്. നല്ല നമുക്കൊരു ഹോംലി ടേസ്റ്റും ആണ് കേട്ടോ അല്ലേ. സാമ്പാർ ഒക്കെ, ചട്നി എല്ലാം നല്ല ടേസ്റ്റിയാണ്. അതുപോലെ ഞങ്ങള് വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോ ഈ ആൾക്കാരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പോയോ? സൗണ്ട് കേട്ടപ്പോ പോയതാണോ? ശരിക്കും ഇവര് വരികയല്ലേ ചെയ്യാ സൗണ്ട് കേൾക്കുമ്പോ? ഓക്കെ. കോയി ഫിഷസ് ആണ്, പക്ഷെ വെള്ളം അത്ര ക്ലിയർ അല്ലാത്തോണ്ട് കാണുന്നില്ല കേട്ടോ. ഇതാ ഗ്രൂപ്പായി വന്നിട്ടുണ്ട്. എനിക്ക് പക്ഷെ ഇതിന്റെ കൈയൊക്കെ ഇടാൻ കുറച്ച് പേടിയാണ്. എല്ലാവരും എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ. അങ്ങനെ നമ്മുടെ അടുത്ത് കുറച്ച് ഫിഷസ് ഉണ്ട്, പക്ഷെ അത് കോയി ഫിഷസ് അല്ല. ഇനി നമ്മളുടെ ഒരു പ്ലോട്ടിൽ നമ്മൾ കുറച്ച് റെനോവേഷൻ വർക്ക്സും ഇതേപോലത്തെ ഗാർഡൻ സെറ്റപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് കോയി ഫിഷിനെ വാങ്ങിയിടാം അല്ലേ ടു? അപ്പൊ നമ്മുടെ മായ റിസോർട്ടിലുള്ള നമ്മുടെ ഈ ഒരു സെഷൻ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് റൂമിലെത്തി. ഞാനും കിടന്ന് ഉറങ്ങിയിട്ടോ, ബെഡിൽ കിടപ്പുണ്ട്. ഗ്ലാസ്സിൽ കൂടെ റിഫ്ലക്ഷൻ കാരണം അങ്ങനെ കാണണ്ടാവില്ല നിങ്ങൾക്ക്. നല്ല വെയിലടിക്കുന്നുണ്ട് കണ്ണിലോട്ട്. ലൈറ്റ് അടിക്കുന്നതിന് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് കണ്ണിങ്ങനെ ചിമ്മി പിടിച്ചിരിക്കുന്നത് കേട്ടോ. ഇനി നമ്മള് ലേറ്റ് ആക്കണില്ല. നമുക്ക് എന്താ വെച്ചാൽ റെഡി ആവണം. ഇവിടുന്ന് ഒരു 10 മിനിറ്റ് ട്രാവൽ തന്നെ ഉള്ളൂ. എന്നാലും 11 മണിക്കാണ് നമുക്ക് പോകേണ്ടത്. ചെക്കൗട്ട് ടൈമും 11 മണിക്കാണ്. അപ്പൊ സാധനങ്ങൾ പാക്ക് ചെയ്ത് റെഡി ആയിട്ട് പോകണം. അപ്പൊ നമ്മള് കല്യാണത്തിന്റെ ആ ഒരു പോർഷൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുക. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എപ്പോഴത്തെയും പോലെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ഞങ്ങളുടെ കമന്റ്സിൽ നിങ്ങൾക്ക് പറയാനുള്ളതും നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളതും ഒക്കെ നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ കയറിയിട്ടും നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. 2 പേരുടെയും ഇൻസ്റ്റാഗ്രാം ID ഒന്ന് കയറി ഫോളോ ചെയ്യുക. കാരണം അതിലാണ് നമ്മളെ ഏറ്റവും പെട്ടെന്ന് ആക്സസിബിൾ ആവുക. സോ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റുകൾ വരുന്നതും അതിലാണ്. നമ്മൾ യൂട്യൂബിലാവുന്ന സമയത്ത് എഡിറ്റ് ചെയ്തിട്ടൊക്കെ വേണം അപ്ലോഡ് ചെയ്യാൻ. മറ്റേത് പറഞ്ഞാൽ റോ ആയിട്ട് നമ്മളിങ്ങനെ സ്റ്റോറീസ് ആയിട്ടും ഇതായിട്ടൊക്കെ ഇടുന്നത് കാരണം അതിൽ പെട്ടെന്ന് വരും. അപ്പൊ ഇനി ഇത് ഒരുപാട് നീട്ടില്ല. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ. ബൈ.